പത്തറം അതായത് മെസ്സി മറ്റേ ഉറക്കി അതായത് അതായത് ഒരു ബുള്ളറ്റ് നമുക്ക് തന്നെ നമ്മുടെ ബുള്ളറ്റ് നമ്മളെ തന്നെ ഇരിക്കും. ബുള്ളറ്റ് റെഡിയാക്കി വെച്ചതായിരുന്നു, ഫുള്ള് വാഷ് ചെയ്ത് റെഡിയാക്കി ബാറ്ററിയൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ട് വെച്ചതായിരുന്നു കൊടുക്കാനായിട്ട്. പലരും ചോദിച്ചു എൻ്റെ അടുത്ത് ബുള്ളറ്റ് ഒഴിവാക്കാനാണോ? ഒഴിവാക്കാന്നുള്ളതല്ല, നമ്മൾ അത് മൊത്തത്തിൽ ഒരു സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയല്ലേ. അർജൻറ്റീന ജയിക്കുകയാണെങ്കിൽ ബുള്ളറ്റ് കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അർജൻറ്റീന ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ കേട്ടോ, ഒരു ടീച്ചർ വരച്ചെന്ന ബ്രോഡ്വേയിൽ. അടിപൊളി അല്ലേ? അടിപൊളി. സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ശിഷ്യയാണ് ആ ടീച്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോവാണ്. എന്തോരാൾക്കാരെന്ന് അറിയോ, പുറത്ത് വെച്ച് കാണുമ്പോൾ ആളുകൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ, ബുള്ളറ്റില്ലേ ബുള്ളറ്റ് ബുള്ളറ്റ്. വണ്ടി നിർത്തിയിട്ട് എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് കാറിൻ്റെ സൈഡിലേക്ക് വേണ്ടി വണ്ടി നിർത്തി ആ ബുള്ളറ്റ് എനിക്കുള്ള കേട്ടോ കുറേ പേര്. അങ്ങനെ അവസാനം സൂക്ഷിച്ച് ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂക്ഷിച്ച് ഓടിക്കണം, പിന്നെ ഗിയർ ചറപറാതിടരുത് മറ്റേ പടത്തിലെ പോലെ. അപ്പോൾ നമ്മൾ ഗിയർ ഇടത്തേ ഇല്ല, പിന്നെ നന്നായി സ്റ്റാൻഡൊക്കെ ഇട്ട് വെക്കണം, കള്ളന്മാർ കൊണ്ടുപോകാണ്ട് നോക്കണം എന്നൊക്കെ. മഴ പെയ്യുമ്പോൾ ഗരാജിൽ കയറ്റി വെക്കണം, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര കമൻസ് ഉണ്ടായി, മൊത്തത്തിൽ എത്ര വ്യൂസും കമൻസൊക്കെ ഉണ്ടായി? വ്യൂസ് നോക്കിയില്ല അല്ലേ? അപ്പോൾ സാറില്ല കമൻസ് എത്ര എന്ന് പറഞ്ഞേ? ഇൻസ്റ്റഗ്രാമിൽ 1,07,119 കമൻസ് ഇൻസ്റ്റഗ്രാമിൽ. വെരി ഗുഡ്. പിന്നെ ഫേസ്ബുക്കിൽ 75,349 കമൻറ്റ്. പിന്നെ യൂട്യൂബിൽ 52,000. അവൾ കോഴിക്കോട് വരിക ആളൊന്ന് കാണിച്ചേ. 52,000. പിന്നെ അപ്പം മൊത്തത്തിൽ 2.5 ലക്ഷം, 1.25 ലക്ഷം, 2.25 ലക്ഷം കമൻസ് മാത്രമുണ്ട്. വ്യൂസ് അത്ര ഒരു 10-40 ലക്ഷമൊക്കെ ഉണ്ടാവും അല്ലേ? എല്ലാം കൂടി അത്രയുണ്ട്. ഇതിങ്ങനെ ഞങ്ങൾ ആ കമൻറ്റുകൾ മൊത്തം എടുത്തിട്ട് 1.9 മില്യൺ വ്യൂസ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. 1.6 മില്യൺ. യൂട്യൂബിൽ ഞാൻ ഗസ് ചെയ്യട്ടെ, 1.5 മില്യൺ. 13 1.3 മില്യൺ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ആളുകൾ അതൊക്കെ കൂടുതൽ. എനിക്ക് വളരെ സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോടുള്ളൊരു വിശ്വാസം കൂടി ഉണ്ടല്ലോ, പിന്നെ ആ സ്പിരിറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അറിയപ്പെടുന്ന ഒരു അർജൻറ്റീനൻ വിരോധിയായി മാറിയിരിക്കുകയാണ്. ബടവാ ഇരുന്ന് സംസാരിക്കുക. അർജൻറ്റീനൻ വിരോധിയായി ഞാൻ മാറി. അർജൻറ്റീനയോട് എനിക്കൊരു വിരോധമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചർച്ചയായിട്ടാ. ഞാനാണ് കേരളത്തിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് പറഞ്ഞത് എന്ത്, അർജൻറ്റീനനെ റഫറി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓൾമോസ്റ്റ് ഫസ്റ്റ് പറഞ്ഞ ആൾ ഞാനാണ്. ഓൾമോസ്റ്റ് യെസ് കുറച്ച് മാറ്റിയൊക്കെ പിള്ളേരെ ഫസ്റ്റ് പറഞ്ഞത് ഞാനാണ്. കുഴപ്പമില്ല. പിന്നെ ഒന്നും കട്ട് ചെയ്യണം, എല്ലാ പ്രോസസ്സറിലും ഇട്ടോട്ടോ. ഓക്കെ. പിന്നെ എന്താണ്, ഈജിപ്തിനെതിരെയുള്ള കളിയിലാണ് അത് ആ സംഭവം പുറത്തേക്ക് വന്നത്. അർജൻറ്റീനയ്ക്ക് സപ്പോർട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ലാസ്റ്റ് കളിക്കാരും മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞു തുടങ്ങി. നമ്മളൊരു സൈഡ് പിടിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹരാക്കണല്ലോ. അർജൻറ്റീന ജയിക്കുമ്പോഴാണ് ഇവിടെ മൊത്തം പ്രകമ്പനം കൊള്ളുന്നത്. അർജൻറ്റീന നല്ല കുറേ നിമിഷങ്ങൾ എല്ലാവർക്കും തന്നു, അതിലൊക്കെ നന്ദിയുണ്ട്, അടിപൊളിയാണ്. കാരണം അവസാന നിമിഷത്തിൽ നിന്ന് തിരിച്ചു വരവുണ്ടായി. അങ്ങനെ അവർ ഫൈനലിലെത്തി, അടിപൊളി. നമ്മൾ എല്ലാവർക്കും ട്രോൾ ഉണ്ടാക്കാനും എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ള സകല മെറ്റീരിയലുകളുണ്ടായി. മന്ത്രിമാരും രാഷ്ട്രീയക്കാരും സ്പോർട്സ് താരങ്ങളും പിന്നെ സിനിമാക്കാരും എല്ലാവരും. ലാലേട്ടൻ അവിടെ പോയി കണ്ടു. എന്തായാലും വേൾഡിലെ ഏറ്റവും വലിയ മാമാങ്കം, എല്ലാ സ്കൂളുകൾക്ക് അവധി, അടിപൊളി. അപ്പോൾ ആ സ്പിരിറ്റിനൊപ്പം നിൽക്കാമെന്ന് മാത്രമല്ല, അല്ലാതെ നമ്മൾ എന്താ പറയുക, ഈ ഫൈനൽ ഇതാ കഴിഞ്ഞു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഞങ്ങളൊരു വർക്കിൻ്റെ ഇടയിലായിരുന്നു. മൊത്തം വർക്കാകുമ്പോൾ പിന്നെ അതേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ ലാസ്റ്റ് ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെയുള്ള ഞങ്ങളെപ്പോലുള്ളവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സ്പെയിനിൻ്റെ അപ്രമാദിത്യം എമ്മതിരി കളി 2 സൈഡും ഞാനത് മാത്രമേ കണ്ടതേ. അതൊക്കെ അർജൻറ്റീനൻ പക്ക ഫാൻസാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കണ പോലുമില്ല. നോക്ക് ഈ വീഡിയോ ഇവിടെ നടക്കുമ്പോൾ നോക്കേ പോയി അങ്ങനെ കാണിക്കും. ആ വീഡിയോ ഇവിടെ നടക്കുമ്പോൾ ഷൂട്ടിംഗ് ഇവിടെ നടക്കുമ്പോൾ അതിലൊന്നും പെടാതെ, കാരണം വെച്ചാൽ ആൾ അർജന്റീനക്കാരിയാ. നീ അർജന്റീന, നമ്മൾ രണ്ടാളും നീ അർജന്റീന എന്നുള്ളവര് ഞാൻ അറിഞ്ഞില്ലട്ടാ. കുലംകുത്തി അതിന്റെ പേരിൽ എഡിറ്റിംഗ് ഒന്നും മോശമാക്കരുതിട്ടാ. ഓക്കെ, ഞാൻ കളി കണ്ടത് രാജീവ് ഗാന്ധി എന്താ പറയുക ഇൻഡോർ സ്റ്റേഡിയം. അടിപൊളി സംഭവം മോനെ. ഒരു എരമ്പലായിരുന്നു അവിടെ. ജനങ്ങളിങ്ങനെ തിങ്ങി നിറച്ച്. അവിടെ കുറച്ച് സ്പെയിൻകാർ, പിന്നെ വേഷം മാറി വന്ന കഴിഞ്ഞ ദിവസം സ്പെയിൻ ബ്രാച്ചുകൾ ടീമുകൾ, സ്പെയിൻ ഫാൻസ് നിറച്ചു. അർജന്റീന ജയിക്കായിരുന്നെങ്കിൽ കേരളത്തിൽ പ്രകമ്പനായേനെ കേട്ടോ. മൊത്തത്തിൽ രസമായി പോയേനെ. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പോലെ, അർജന്റീന ഫാൻസിന് വരെ അറിയാവുന്നത് പോലെ തോൽവി അർഹിച്ച തോൽവിയായി. മെസ്സിമുത്തിന് ബോൾ തൊടാൻ പോലും കിട്ടിയില്ല. അവസാന നിമിഷം ഒരു ഷോട്ടൊക്കെ വന്നത്. എല്ലാവരെയും ആ നിരാശയൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. സ്പെയിൻ അർഹിച്ച കളി, ഒരു സംശയവുമില്ല, അർഹിച്ച കളി. അർജന്റീന ഫാൻസിന് തന്നെ അവർ തന്നെ പിന്നെ പറയുണ്ടായി ഇത് സ്പെയിൻ അർഹിച്ചതാണ് എന്ന്. അപ്പോൾ നമ്മളിനി വലിച്ചു നീട്ടുന്നില്ല, നേരെ നറുക്കെടുപ്പിലേക്ക് നടത്താം. അർജന്റീന ജയിക്കായിരുന്നെങ്കിൽ ഞാൻ ബുള്ളറ്റ് കൊടുക്കുമായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇപ്പോൾ അർജന്റീന തോറ്റു. അപ്പോൾ അർജന്റീന തോൽക്കുമെന്നും സ്പെയിൻ ജയിക്കുമെന്നും എഴുതുന്ന ആളുകൾക്കാണ് നമ്മളിനി സമ്മാനം 10,000 രൂപയുള്ളൂ. വലിയ തുക ഒന്നും വെക്കാത്ത, എന്താ വെച്ചാൽ അത് പിന്നീട് ഇൻകം ടാക്സിൻ്റെ ഇതൊക്കെ ആവും തോന്നുന്നു അല്ലേ. അപ്പോൾ അതിന് 10,000 രൂപ ഒരു സന്തോഷത്തിന് തരണം കേട്ടോ. സംഭവം ബുള്ളറ്റ് കൊടുക്കാനായിരുന്നു എനിക്കിഷ്ടം. അർജന്റീന ബുള്ളറ്റ് ഞാൻ ആസ്വദിക്കണം. ഇത്രയും കമൻറ്റുകളുണ്ട്, 2.5 ലക്ഷം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അത് മൊത്തം എടുത്തിട്ട് ആ കളിക്ക് മുമ്പ് അവർ മൊത്തം എടുത്തിട്ട് ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റിയിട്ട്, എന്ത് ഷീറ്റാണത്? എക്സൽ ഷീറ്റിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യും. എത്രണ്ണം? 10 ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും 10 വെച്ച് പിക്ക് ചെയ്തിട്ട്, അപ്പം 10 വെച്ച് 30 അത് 3 അങ്ങനെ 3 മതി. 3 എന്നിട്ട് 10 എടുക്കുക. ഓക്കെ, 3 ഇൻസ്റ്റന്ന് കൂടുതലെടുത്തോ, 4. എന്നിട്ട് അതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ആരാണോ അയാളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 5,000 കൊടുത്ത പോലെ ആളെ വിളിക്കുന്നു, ആൾക്ക് പിന്നെ നേരെ പൈസ അയച്ചു കൊടുക്കുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുന്നു. പലവരും ചോദിച്ചു തുടങ്ങി എവിടെ ബുള്ളറ്റ്, അല്ല പൈസ എവിടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. നമുക്ക് പറ്റുന്നത്ര സുതാര്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയല്ലേ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചിട്ട് അത് എക്സൽ ഷീറ്റിൽ എക്സൽ ഷീറ്റ് ആയിട്ട് ഫുൾ കമന്റ്സ് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഇത്രണ്ണ വീതം കണ്ടീഷൻസ് വെച്ചിട്ട് ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ആ പ്രോസസ്സും മൊത്തം ഷൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ട് ഇനി ബാക്കി അവർക്ക് അടച്ചിട്ട് പോവാം. അത് ബാക്കി സംഭവം ചെയ്ത് തുടങ്ങിക്കും. ഓൾറൈറ്റ്. അപ്പോൾ അർജന്റീനക്കാരെ എല്ലാവരും, നമുക്ക് ബ്രസീലുകാരെ നമുക്കൊക്കെ അതിമനോഹരമായ കുറച്ച് കാലങ്ങളുണ്ടായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു, സംസാരിച്ചു. കുറേ പേര് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഹലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടോ. അർജന്റീന തോറ്റേൻ്റെ വിഷമം മാറിയിട്ടില്ല. തോൽവി എന്ന് പറഞ്ഞാൽ എമ്മാതിരി തോൽവി, ഇങ്ങനെയുണ്ട് ഒരു തോൽവി. എന്തൊക്കെയായിരുന്നു, അതായത് കപ്പെടുക്കാൻ പോയിട്ട് ബോൾ പോലും കിട്ടിയില്ല, കപ്പെടുക്കാൻ പോയിട്ട് ബോൾ പോലും കിട്ടിയില്ല. ബൂട്ടില്ല, ഗ്ലൗ ഇല്ല, ബോളില്ല, കപ്പില്ല, ജേഴ്സി ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഈ മിഷിഹ എന്നൊക്കെ പറഞ്ഞാലും ആള് മനുഷ്യൻ തന്നെയല്ലേ. പക്ഷെ ജയം തോൽവി എന്നല്ല, പങ്കെടുക്കലാണ് നമ്മൾ ലക്ഷ്യം. ക്വാർട്ടർ ഫൈനൽ നമ്മളെ അതിമനോഹരമായി കളിച്ചട് തോൽക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ കളിക്കല, നിങ്ങൾ ഗുണ്ടായിസവും കാണിച്ച് 2 ടീം ഫൈനലെത്തുള്ളൂ. 10
ക്വാർട്ടറെങ്കിലും കാണാൻ പറ്റിയ കഷ്ടപ്പെട്ട് കളിച്ചിട്ട് ഫൈനലിൽ എത്തിയിട്ട് നടക്കാനാണ് അവര് എന്തോ എന്തൊക്കെ ട്രോളുകള് വായിച്ച് ചിരിച്ചിട്ടേ അതായത് ഒക്കെ പഴയ സാധനങ്ങളാണ്. അതായത് അതിമനോഹരമായ കളി കളിക്കുക ആളുകളെ ആനന്ദിപ്പിക്കുക, അല്ലാണ്ട് കിട്ടിയില്ലെങ്കിൽ ചവിട്ടി കുത്തുക. മെസ്സിയില് സാറേ ഇവനെന്നെ ചീത്ത പറയണെന്നൊക്കെ പറഞ്ഞിട്ട് റെഡ് കാർഡ് കൊടുക്കാനൊക്കെ മെസ്സി മറ്റേ വെള്ളം ഉറക്കി. അതായത് ഒരു വേൾഡ് കപ്പിന്റെ ചരിത്രത്തില് ഏകപക്ഷീയമായ ഇങ്ങനത്തെ ഒരു ഫൈനൽ ഉണ്ടായിട്ടേ ഇല്ലാന്ന് ആ കുട്ടി പറഞ്ഞോട്ടെ. അതിന്റെ വിഷമം പറഞ്ഞു തീർക്കട്ടെ. ഞങ്ങള് കഴിഞ്ഞ മാസം കരഞ്ഞു തീർത്തു. ഗിവ് കൊടുക്കുക അല്ലെ ആൾക്കാര് വരയ്ക്കും മൊത്തം കച്ചറായിരുന്നു. യെസ് വി ആർ റെഡി. എത്ര പേര് സെലക്ട് ചെയ്തു? ഞാനും വൈഫും കൂടി ചാടി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. ഞങ്ങളിങ്ങനെ കോഴിക്കോട് ബീച്ചിലുള്ള ഒരു സ്ഥലത്ത് ഞാൻ വേണേ കാണിച്ചു തരാം. ഇത് എങ്ങനെയുള്ള പുറത്തേക്ക് കാണിക്കാം. ഓക്കെ ഇതാണ് കാണിക്കും. അപ്പൊ നമ്മള് മറ്റേ ഫോട്ടോഷൂട്ട് നടക്കാം. എന്തായാലും പറയാ സേവ് ദ ഡേറ്റ്. ഓക്കെ. അപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിന്നും ഫേസ്ബുക്കിന്നും യൂട്യൂബിന്നും എടുത്തു, ഡാറ്റാസ് എടുത്തു, അതൊരു സ്പിൻ വീലിലാക്കി. യെസ്. 1 2 3 സ്റ്റാർട്ട് ചെയ്തു. എന്താ പേരാണ്? റംഷാദ് അമൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. റംഷാദ് അമൻ. യെസ്. ഓക്കെ. നമ്മുടെ ടീമാണ്. നമ്മുടെ അർജന്റീന പൊട്ടെന്ന് പറഞ്ഞാണ്. യെസ്. കമന്റ് ഷെയർ ചെയ്യാം. ശരി. അല്ല ആളെ വിളിച്ച് ആളെ ഐഡിയ തന്നെ എനിക്ക് അയക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ വോയിസ് അയക്കാം. ഓക്കെ. ഞാൻ വോയിസ് അയച്ചാ പോരെ? യെസ്. റംഷാദ് അമൻ. ഇയാളെ പ്രൊഫൈലിൽ ഫോൺ നമ്പർ ഉണ്ട് 8086519650. നമ്മൾ വിളിച്ചാലോ? 8086. ഹലോ അഭിഷാദാണ്. അഭിഷാദ് ഗുരുവായൂർ. കമന്റ് ഇട്ടിരുന്നു ഞങ്ങള് അർജന്റീന സ്പെയിനിന്റെ കമന്റ് ഇട്ടിരുന്നോ? എത്ര ഇട്ടത്? 1-0. 2.25 ലക്ഷം പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. 2.25 ലക്ഷം പേര്. താങ്കളാണ് വിജയിച്ചത്. 10,000 രൂപ. വീഡിയോ കോൾ ചെയ്യാൻ പറ്റും? വീഡിയോ കോള് ഞാൻ വിളിക്കാം. ഹലോ. ക്ലാസ് എടുത്തോണ്ടിരിക്കുക. എന്താ പരിപാടി? ഇത് പാട്ടുകാരനാ? ഓഹോ, ഹായ്. എന്തിന്റെ ക്ലാസ്സാ? ഹായ്. എന്തിന്റെ ക്ലാസ്സാ? ദഫ്. ദഫ് പഠിപ്പിക്കുക അല്ലേ? വെരി ഗുഡ്.
അപ്പോൾ നടക്കട്ടെ. ഇദ്ദേഹമാണ് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കേണ്ടത്. ഇദ്ദേഹമാണ്. ഞാൻ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഇപ്പം അയക്കട്ടെ 10,000 റുപ്പീസ്. ബുള്ളറ്റ് നമുക്ക് തന്നെ കിട്ടി. അർജന്റീന തോറ്റത്. ബ്രസീലുകാരനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ക്ലാസ് നടക്കട്ടെ. എവിടെ സ്ഥലം? എടപ്പാൾ. എന്തെങ്കിലും നേരിട്ട് കാണാം. പാട്ട് പാടും അല്ലേ? ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ 10,000 അയച്ചു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സ്പെയിൻ, എനിക്കെൻ്റെ ബുള്ളറ്റ് തിരിച്ചു തന്നതിന്.